എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കുക്കറി എണ്ണനുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റിസ് ഫോർ എലിസബത്തിന് വേണ്ടിയിട്ടാണ് ആ വീഡിയോസ് എല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വീഡിയോസും കാര്യങ്ങളും ചെയ്ത വീഡിയോസൊക്കെ നമ്മളെല്ലാവരും ട്രിം അടിച്ചൊന്ന് മാറ്റിയിട്ടുണ്ട്. ഒന്ന് മുക്കി എന്ന് തന്നെ പറയാം. അത് മുക്കിയതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ബാലച്ചേട്ടന്റെ അല്ലെങ്കിൽ കുക്കറി എണ്ണന്റെ ഭാഗം ചേർന്നൊന്നും ആരും പറഞ്ഞു കളയില്ലേ, ദയവ് ചെയ്തിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പേഴ്സണലി എനിക്ക് ഒരാൾ വന്നിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സ്ഥിരം എന്റെ വീഡിയോസ് കാണുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ എന്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചാറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അയാൾ വന്നിട്ട്, ബ്രോ നിങ്ങൾ എന്താണ് വീഡിയോസ് എല്ലാം മുക്കിയത്, നിങ്ങൾ അങ്ങേട്ട വശം ചേർന്നോ അല്ലെങ്കിൽ പേടിച്ചു പോയോ, കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ പേടിച്ചു പോയോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. വേറെ ഒന്നും കൊണ്ടല്ല, ഇനി ഒരുപാട് പേർക്ക് അതുപോലത്തെ ഡൗട്ട്സ് വരും. ചിലപ്പോൾ കമന്റ് ബോക്സിൽ ഇനി അങ്ങനെ വരാനുള്ള ചാൻസും കൂടുതലാണ്. ഞാനൊരു കാര്യം പറയാം, ഇങ്ങനെ വശം ചേർന്നിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പേടിച്ചിട്ടോ ഒന്നുമല്ല, ഇങ്ങനെ സ്ട്രൈക്ക് അടി തുടങ്ങിയിട്ടുണ്ട്. ഏത് മറ്റേ ചാനൽ അടിച്ച് പൂട്ടുന്ന പരിപാടി തുടങ്ങിയിട്ടുണ്ട്. സാത്താന് 3 സ്ട്രൈക്ക് അടിച്ച് കൊടുത്തിട്ടുണ്ട്. 3 വീഡിയോ എങ്ങാണ്ട് അടിച്ച് 2 സ്ട്രൈക്ക് കയറിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ സ്ട്രൈക്ക് അടി ആശാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സ്ട്രൈക്ക് അടി കിട്ടിക്കഴിഞ്ഞ് നമ്മുടെ ചാനൽ പൂട്ടിപ്പോകും, എല്ലാവർക്കും അറിയാം. പിന്നെ നമുക്കത് വിഷയമൊന്നും വരത്തില്ല കേട്ടോ. നമ്മൾ കൗണ്ടറൊക്കെ അടിച്ച് പൊളിച്ച് അടിച്ച് തിരിച്ച് അണ്ണാക്കി കൊടുക്കും, അത് നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് കുക്കറി എണ്ണ ഇനി എല്ലാവർക്കും സ്ട്രൈക്ക് അടിച്ചു കൊടുത്തിട്ട് സൂപ്പറായിട്ട് കയറി ഇരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കുക്കറി എണ്ണന്റെ ചാനലിൽ നിന്നുമാണ് ആ സാധനം വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇനി ഇങ്ങനെ സ്ട്രൈക്കുകൾ എല്ലാവർക്കും അടിച്ചു കൊടുക്കുമ്പോൾ, നമ്മൾ കൗണ്ടർ അടിച്ച് തിരിച്ച് അണ്ണാക്കി കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ, കുക്കറി എണ്ണന്റെ ചാനൽ പൂട്ടിപ്പോകും. അതായത് യൂട്യൂബ് പോളിസി വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഫേക്ക് ആയിട്ടുള്ള സ്ട്രൈക്ക് ആൾക്കാർക്ക് അടിച്ച് കയറ്റി കൊടുത്തതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് അണ്ണന്റെ ചാനൽ എടുത്തങ്ങ് യൂട്യൂബ് കളയും. അതാണ് നടക്കാൻ പോകുന്നത്. അണ്ണൻ ചെയ്തു വെച്ചിട്ടുള്ള പരിപാടിക്കിട്ട് അനുസരിച്ചിട്ടുള്ള സാധനമാണ് കിട്ടുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് എന്റെ കുക്കറി എണ്ണ മണ്ടത്തരങ്ങളൊന്നും കാണിച്ചു വയ്ക്കാൻ നിൽക്കരുത്. നിങ്ങളെ ചാനലും പോവും, നിങ്ങളുള്ള എല്ലാം കൂടിയൊക്കെ പോവും. എങ്ങാണ്ട് കുക്കറിയൊക്കെ നടത്തി ഇപ്പൊ അത്യാവശ്യം കയറി വരയില്ലേ, അതെല്ലാം അടപടലം തേഞ്ഞോട്ട്. പിന്നെ സ്ട്രൈക്കിലോട്ട് വരികയാണെങ്കിൽ, അണ്ണാ നിങ്ങൾ സ്ട്രൈക്ക് അടിച്ചാൽ നമ്മൾ കൗണ്ടർ അടിക്കും, കൗണ്ടർ അടിച്ചാൽ തിരിച്ചു കയറും. അത് അണ്ണൻ മനസ്സിലാക്കിയ അണ്ണന് കൊള്ളാം. പിന്നെ വേറൊരു കേസ്, ഇങ്ങനെ സ്ട്രൈക്ക് അടിക്കുമ്പോൾ നമ്മൾ നെഞ്ചും പിരിച്ച് നിന്നും കൊണ്ട് വീഡിയോ വെച്ചുകൊണ്ട് നിന്ന് കളിക്കുന്ന റിസ്ക് ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നൈസായിട്ട് ട്രിം അടിച്ചങ്ങ് മാറ്റിയിട്ടുണ്ട് സാധനം. ഇനി എങ്ങാണ്ട് സ്ട്രൈക്ക് അടിച്ചാലോ എന്ന് വെച്ചിട്ട് എന്നും വെച്ചിട്ട് നമ്മൾ ഒരിക്കലും അങ്ങേരെ ഭാഗം ചേർന്നൊന്നും അങ്ങനെ പേടിച്ചൊന്നും അല്ല. നമുക്ക് ഈ ചാനൽ ഉണ്ടെങ്കിലേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അത് അങ്ങനെ മാറ്റി കളഞ്ഞിട്ടുള്ളത്. പിന്നെ അണ്ണന്റെ അടുത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അണ്ണാ ഈ പരിപാടി ചെയ്യാതെ നിങ്ങൾക്കെതിരെ വന്നിട്ടുള്ള അലിഗേഷൻസ് ഫേക്ക് ആണെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അണ്ണൻ തെളിയിക്കും. അല്ലാണ്ട് വന്നിരുന്നിട്ട് നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരെ വാ പൂട്ടിക്കെട്ടാനുള്ള ആ പരിപാടി ചെയ്യാതിരിക്കും. ഇത് കൂടുതൽ നാറ്റക്കേസിലോട്ടേ പോകത്തുള്ളൂ. ഇപ്പൊ തന്നെ നിങ്ങൾ സാത്താൻ സ്ട്രൈക്ക് അടിച്ച് കയറ്റി കൊടുത്ത് അത് അവനെ എടുത്ത് വെച്ച് വീണ്ടും സംസാരിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും കൂടി സംസാരിച്ച് വരുമ്പോൾ അണ്ണൻ എന്ത് ചെയ്യും, മൂഞ്ചും. വീണ്ടും നാറ്റക്കേസിലോട്ടാണ് അണ്ണൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നാട്ടത്തിൽ നിന്നും നാട്ടത്തിലേക്ക് ഒരു യാത്ര, ആ ഒരു യാത്രയാണ് തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടാ? അപ്പൊ എനിക്കെതിരെ ഒരാൾ അലിഗേഷനുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അയാൾക്ക് സ്ട്രൈക്ക് അടിച്ച് അയാളുടെ വാടപ്പിക്കല്ല ചെയ്യേണ്ട. പകരം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കണം. അതാണ് ചെയ്യേണ്ടത്. പകരം ഇവിടെ വന്ന് ബീരുക്കളെ പോലെ സ്ട്രൈക്ക് അടിച്ച് കൊച്ചു പിള്ളേരെ പോലെ പിച്ചി മാന്തി നുള്ളി എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ വധഭീഷണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിലും സാത്താൻ പറയുന്നുണ്ടായിരുന്നു. പറയാൻ പറ്റത്തില്ല, നമ്മുടെയൊക്കെ എല്ലാവരുടെയും ലൈഫ് റിസ്കിലാണ് ഓടുന്നത്. ചിലപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ലോറിയോ ഒരു കാറോ ഒന്ന് തട്ടിയ തീരാവുന്നതൊക്കെ ഉള്ളൂ, തട്ടിച്ചാലും തീരാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചോദ്യം ചെയ്യേണ്ട ഇതുപോലത്തെ വ്യക്തികളൊക്കെ ആയിരിക്കും. കാരണം പറയാൻ പറ്റത്തില്ല, നമ്മളൊക്കെ ഇങ്ങനെ സത്യത്തിന് വേണ്ടിയിട്ട് നീതിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മളുടെ ജീവൻ ആപത്തിലേക്ക് പോയേക്കാം, അല്ലെങ്കിൽ കൊണ്ടെത്തിച്ചേക്കാം. ഇത് കാണുന്ന ജനങ്ങൾ ഒരുപക്ഷെ നാളെ ഞാനോ ഇതുപോലെ ഈ വ്യക്തിക്കെതിരെ വീഡിയോ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ ജനങ്ങൾ പ്രതികരിക്കുക. എനിക്ക് അതേ പറയാനുള്ളൂ. ഈ ഇരിക്കുന്ന ഇരിപ്പിൽ എന്നെ എടുത്തോണ്ട് പോയാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നാളെ ഞാൻ ഇല്ലെങ്കിൽ 2 ദിവസം എന്റെ വീഡിയോ കാണാറില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ജനങ്ങൾ നമുക്ക് വേണ്ടി സംസാരിക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മുടെ ലൈഫ് എല്ലാം ഒരു റിസ്കിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇങ്ങനെ സത്യത്തിനും നീതിക്കും ന്യായത്തിനും ഒക്കെ വേണ്ടി സംസാരിക്കുമ്പോൾ ഉറപ്പായിട്ട് നമ്മളെ തകർക്കാൻ ഒരുപാട് വില്ലന്മാർ മുന്നോട്ടും രംഗത്തൊക്കെ വരും. അത് തന്നെയാണ് സർവ്വസാധാരണമാണ് വിഷയം. കുക്കറി എണ്ണ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അണ്ണൻ ഇങ്ങനെ ഇരുന്ന് കൊണയടിച്ചു കഴിഞ്ഞാൽ ഇത് കൂടുതൽ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് അടിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. അല്ലാണ്ട് 2 സ്ട്രൈക്ക് അടിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നിർത്തിപ്പോകും എന്നുള്ളൊരു മൈൻഡ്, ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക. വേറൊന്നും കൊണ്ടല്ല, ഇവിടെ ജസ്റ്റിസ് ഫോർ എലിസബത്ത് കേസും കാര്യങ്ങളും കൊടുക്കാതെ നടക്കുന്നതിൽ മാത്രമാണ് എനിക്കൊരു എതിർപ്പുള്ളത്. അല്ലാണ്ട് ആ സ്ത്രീ വന്നിട്ട് അവരനുഭവിച്ചിട്ടുള്ള ഒരുപാട് ദുരനുഭവമാണ് നമ്മളവിടൊക്കെ ഷെയർ ചെയ്തിട്ടുള്ളത്.
ആ കേസ് കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റത്തില്ല. ഒരു സ്ത്രീ ഇത്രയും പീക്ക് ലെവലിൽ ഒരു വ്യക്തിയിൽ നിന്ന് അനുഭവിച്ചിട്ട് ആ വ്യക്തിയിൽ നിന്ന് ചിരിച്ചും കളിച്ച് നടക്കുന്നു, ആ സ്ത്രീയുടെ ജീവിതം നശിച്ച് നാരായണത്തായി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ, അതിന് കാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തി നിയമത്തിന്റെ മുന്നിൽ വരണം. ഇങ്ങനെ കപട മുഖംമൂടി അണിഞ്ഞ് സമൂഹത്തിന്റെ മുന്നിൽ നന്മമരം കളിച്ച് നടക്കേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ നടന്നാൽ അത് ഒരു അർത്ഥവത്തായ കാര്യവുമല്ല. അതുകൊണ്ട് നമ്മളെപ്പോലത്തെ സാധാരണക്കാർ അവർക്ക് വേണ്ടി സംസാരിക്കാനുണ്ട്. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ശബ്ദിക്കുന്നവന്റെ വാ മൂടിക്കെട്ടാൻ വേണ്ടിയിട്ട് ട്രൈക്ക് അടിച്ച് കളിക്കുന്ന അണ്ണാച്ചിയുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്, ഇറ്റ്സ് നോട്ട് ഫെയർ. അണ്ണന് പറ്റുമെങ്കിൽ അണ്ണൻ നിരപരാധിയാണെന്ന് തെളിയിക്കും. അണ്ണൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കും. ചുമ്മാ വന്നിരുന്ന് വായ്ത്താളം അടിക്കുന്നതാണ് അണ്ണൻ എന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. എന്തിന്? അമൃത സുരേഷ് ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, കോടതിയെ കബളിപ്പിച്ച കേസ്. എവിടെ അണ്ണൻ തെളിയിച്ച? അണ്ണൻ അന്ന് റിപ്പോർട്ടർ ചാനലിൽ അവർ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ സമാധാനത്തോട് ജീവിക്കുന്നു. ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്, നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ. അപ്പൊ അണ്ണൻ ഉരുണ്ട് കളിക്കുകയാണ് ചെയ്തത്. അണ്ണൻ കിടന്ന് മെഴുകുന്നത് നിർത്തിയിട്ട് ഈ അടികുടിയുള്ള സ്ട്രൈക്ക് അടി പരിപാടി നിർത്തിയിട്ട് അല്ലാണ്ട് നേർക്ക് നേരെ പോരാടാൻ മാത്രം ശ്രമിക്കും. ഇത് നാറിയ പരിപാടിയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ഉള്ള കാര്യം പറയല്ല. പിന്നെ സ്ട്രൈക്ക് കൗണ്ടർ തിരിച്ച് അടിച്ച് അണ്ണാക്കി കിട്ടുമ്പം ഈ അടിക്കുന്നവന്മാരുടെ ചാനൽ പൂട്ടിപ്പോകും. അതും കൂടി ആദ്യം ഒന്ന് മനസ്സിൽ വെച്ചിരുന്നാൽ കൊള്ളാം. അത് എങ്ങോട്ട് എത്ര എണ്ണം ആയി കഴിഞ്ഞാൽ തിരിച്ച് കൗണ്ടർ കയറി കഴിഞ്ഞാൽ അതും പോയി കിട്ടും. അതുകൊണ്ട് സൂക്ഷിയും കണ്ടുവെക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കാൻ നോക്ക്. അല്ലെങ്കിൽ അണ്ണനും പണി അണ്ണാക്കി കിട്ടും. വീണ്ടും ഈ ഇരിക്കുന്നതിന് ഒന്നുകൂടി മുഞ്ചി തിരിയുന്ന അവസ്ഥയിലോട്ട് പോകും. അല്ലാണ്ട് ഇവനെ ഒന്ന് പേടിച്ചിട്ട് വീഡിയോ മുക്കിയതോ വീഡിയോ മാറ്റിയതോ ഒന്നുമല്ല. അതാദ്യം മനസ്സിലാക്കണം ജനങ്ങളെ എന്നാണ് എനിക്കും പറയാനുള്ളത്. ഇനിയും ശബ്ദിക്കും, ഇനിയും സംസാരിക്കും, ഇനിയും പറയും. അതുള്ളതാണ്. അത് ഏവനായാലും ഏവളായാലും തെറ്റ് കണ്ടെന്ന് നമ്മൾ പറയെ തന്നെ ചെയ്യും. അത് ആരൊക്കെയായാലും. അതുപോലെ കുക്കറി എണ്ണൻ ഒരു രേഖയും ഇല്ലാണ്ട് ഒരു സ്ത്രീയെ വന്നിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുത്തിയിട്ട് പറയുകയാണ് അവർക്ക് മാനസിക രോഗമാണെന്ന്. വേറെ ആരെയും കുറിച്ചിട്ടല്ല, എലിസബത്തിന്. അതും അണ്ണൻ രംഗത്ത് ഇറങ്ങി പറഞ്ഞില്ല. അണ്ണൻ രംഗത്ത് ഇറങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ കേസിന്റെ വകുപ്പ് മാറും. അത് അണ്ണൻ അറിയാം. അതുകൊണ്ട് അണ്ണന്റെ വൈഫിനെ ഇറക്കിയിട്ട് അണ്ണൻ അത് പറഞ്ഞു. നിങ്ങളൊക്കെ എത്രത്തോളം ചീഞ്ഞ മെന്റാലിറ്റി എന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കും. സീരിയസ്ലി പറയാം. ഒരു സ്ത്രീയെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അവർ മാനസിക രോഗിയാണ്, മാനസിക രോഗത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെ വന്നിരുന്ന് പറയുന്നതെന്ന് പറയുമ്പോൾ പിന്നെ സ്ട്രൈക്ക് അടിക്കുന്ന അണ്ണാച്ചി എടുത്ത് പറയാനുള്ള ബീരുക്കളാണ് ഈ സ്ട്രൈക്ക് അടിച്ച് കളിക്കുന്നത്. ഞാൻ ഉള്ള കാര്യം പറയാം. എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ സ്ട്രൈക്ക് കൊടുത്തിട്ടില്ല. എന്നെ ചീത്ത വിളിച്ചിട്ടുള്ളവന്മാർക്ക് പോലും ഞാൻ കൊടുത്തിട്ടില്ല, പകരം മറുപടിയേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ബീരുക്കളെ പോലെ കിടന്ന് ഈ സ്ട്രൈക്ക് അടിച്ച് കളിക്കാതെ ആണുങ്ങളെ പോലെ നെഞ്ചും പിടിച്ചിന്ന് കളിക്കാൻ നോക്കണം. ഇതല്ല ഒരുമാതിരി കഞ്ഞാ പിന്നെ കളി, കൊച്ചു പിള്ളേരെ പോലെ സ്ട്രൈക്ക് അടിച്ച് കളി. സ്ട്രൈക്ക് അടിക്കുമ്പോൾ തന്നെ അറിയാം ഉടായ്പാണെന്ന്. ഇങ്ങനെ ട്രൈക്ക് അടിച്ച് വരുമ്പോൾ അണ്ണനെ കുറിച്ചിട്ട് ആൾക്കാർ ശബ്ദിക്കാൻ മടിക്കും, പേടിക്കും. പക്ഷേ നമ്മളൊക്കെ ഇത് പോയാൽ അടുത്ത ചാനലിലോട്ടങ്ങി അടിക്കും. മനസ്സിലായോ? അതുകൊണ്ട് അണ്ണൻ മിണ്ടായിരുന്നു. നമ്മൾ ന്യായത്തിന്റെ പക്ഷത്താണ് സംസാരിക്കുന്നത്. അണ്ണന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, നിയമപരമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ പോകാം. പക്ഷെ ഈ അടികൂടിയുള്ള ഈ പരിപാടിയില്ലേ, ആരും അറിയില്ലെന്ന് വിചാരിക്കുന്ന പരിപാടി, അണ്ണൻ സ്ട്രൈക്ക് അടിച്ച് അണ്ണനാണ് അടിച്ചെന്ന് അറിയാൻ പറ്റും, മെയില് വരും. അതുകൊണ്ട് ചുമ്മാ കിടന്ന് കഞ്ഞാ പിഞ്ഞാ കളിക്ക് നിൽക്കാതെ അണുങ്ങളെ പോലെ കളിക്കാൻ നോക്ക് കേട്ടോ. പിന്നെ ആ എലിസബത്ത് എന്ന് പറയുന്ന സ്ത്രീ നിങ്ങളുടെ അടുത്ത് നിന്ന് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ പീക്ക് ലെവലാ. അവരെ മാനസിക നില തെറ്റുന്ന രീതിയിൽ നിങ്ങളാക്കി. എന്നിട്ട് വന്നിട്ട് അവർ ആ അനുഭവങ്ങളും കാര്യങ്ങളും പറഞ്ഞപ്പോൾ നിങ്ങളെ മാനസിക രോഗിയാക്കി. കൊള്ളാം, സൂപ്പർ. ഡിപ്രഷൻ, പല സ്റ്റേജിലൂടെ കടന്നുപോയി ഒറ്റപ്പെട്ട് ജീവിച്ച ഒരു അനുഭവം. അവരുടെ അടുത്ത് ഞാൻ ഇപ്പോഴും പറയും, നിങ്ങൾ കേസ് കൊടുക്ക്, എലിസബത്തെ കേസ് കൊടുക്ക്. ഈ വ്യക്തിക്കെതിരെ കേസ് കൊടുക്കണം. കൊടുക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. പക്ഷെ എലിസബത്ത് അത് ചെയ്യുന്നില്ല. ചിലപ്പോൾ പേടി കൊണ്ടായിരിക്കും, കൂടെ ആരും കാണത്തില്ല എന്നുള്ളൊരു ഇതുകൊണ്ടായിരിക്കും. പക്ഷെ അവർക്ക് കഴിയുന്ന ഒരു കാര്യം അവർ ചെയ്യുന്നുണ്ട്. ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവർക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് അവർ മാത്രമൊന്നുമല്ലേ, അമൃത സുരേഷ് ഇതിന്റെ പീക്ക് ലെവൽ അനുഭവിച്ചതാ. എങ്ങനെയാ അവർ രക്ഷപ്പെട്ട അടുത്ത എലിസബത്ത് വന്ന് ആ കുഴി ചാടി, അതാണ് സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പൊ അണ്ണാച്ചി വലിയ സ്മാർട്ട് TV പോലെ കളിക്കുകയാണ്. കൊള്ളാം, ശബ്ദിക്കുന്നവർക്കെതിരെ അടിച്ചുള്ള കളി. എന്തായാലും അണ്ണാച്ചി കൊച്ചു പിള്ളേരെ പോലെ ഇങ്ങനത്തെ നാറിയ പരിപാടി ഒന്നും കാണിക്കാൻ നിൽക്കാതെ ഉണ്ടെങ്കിൽ തെളിവ് സഹിതം അണ്ണൻ ആ കളിക്കിറങ്ങും. അത് അന്തസ്സ. അല്ലാണ്ട് ഇതൊരു തീറ്റ പിള്ളേരെ പോലെ ഉള്ള അപ്പിക്കേസ് സ്ട്രൈക്ക് അടിച്ച് ഉള്ള കാര്യം പറയാനല്ല. എലിസബത്ത് വീണ്ടും വീഡിയോസ് ഇടുന്നു. അതുപോലെ ഇപ്പൊ അവർ പേടിച്ചിരിക്കുന്നതായിരിക്കും. നിങ്ങളൊക്കെ ഇനി നാളെ എലിസബത്തിനെയും നമ്മളെയൊക്കെ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂടെ? നമ്മളെ ജീവൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കൺഫേം ആയിട്ട് എഴുതി വെച്ചോ ഈ വ്യക്തിയുടെയൊക്കെ കാര്യങ്ങളൊക്കെ ആയിരിക്കണം. മേ ബി ചിലപ്പം വേറെ ഏതെങ്കിലും ഇതുപോലെ ശത്രുക്കളെന്നെ അവരും തീർക്കും. അതുകൊണ്ട് ഇവരെയൊക്കെ ആദ്യം തന്നെ ചോദ്യം ചെയ്യേണ്ടി വരും. ആ രീതിയിലാണ് ഇവരൊക്കെ കൊണ്ട് എത്തിക്കുന്നത്. അറിയാൻ പാടില്ലടേ, നമ്മളൊക്കെ പോകുന്ന വഴിക്ക് ലോറി കൊണ്ട് ഇടിച്ചാൽ മതിയല്ലോ, ഡിം ആക്സിഡന്റ്, ആ ഒരു സെറ്റപ്പിലോട്ട് പോകും. അതാണ് ഇവിടുത്തെ രീതി. അങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിക്കും, സംഭവിക്കാതെ ഇരിക്കട്ടെ. ഒരുപാട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് ഇങ്ങർക്കെതിരെ എല്ലാവരും ചെയ്തിട്ടുണ്ട്. എല്ലാ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും ഈ ലോകത്ത് നിന്ന് ഇല്ലാതായുള്ള അവസ്ഥ ആലോചിച്ച് നോക്കും.
വളരെ പരിതാപകരമായിരിക്കും. എന്തായാലും ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, സത്യം ജയിക്കട്ടെ. സത്യത്തിന്റെ കൂടെ തന്നെ ആയിരിക്കും നമ്മൾ എപ്പോഴും. അത് വേറെ കാര്യം. എലിസബത്ത് എന്ന് പറയുന്ന സ്ത്രീക്ക് നീതി ലഭിക്കണം. അവരിത്രയും കാലം ഈ വ്യക്തിയിൽ നിന്നും അനുഭവിച്ച ഓരോ കാര്യങ്ങൾക്കും അവർക്ക് നീതി ലഭിക്കണം. ലഭിച്ചേ പറ്റത്തുള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ആയിട്ടാണ്.